ഹായ്, കുറേ ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട്. ഞാൻ തിരിച്ച് വർക്കിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ ഡെയിലി 2 and 4 4 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വലിയ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഓവർ ദ ടൈം കളക്ട് ചെയ്ത കുറേ ഫാബ്രിക്സ് ആണ്. അപ്പോൾ ചില ഫാബ്രിക്സ് ഒക്കെ വളരെ സ്പെഷ്യലാണ്, ചിലത് വളരെ കാഷ്വലായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ഒക്കെ കാണുന്ന പോലത്തെ ഫാബ്രിക്സ് ആണ്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ച കുറച്ച് ഫാബ്രിക്സ് കാണിച്ചു തരാം. എപ്പോഴെങ്കിലും ഒരു ബ്രെയിൻ വേവ് വരുമ്പോഴത്തേക്കും അതെല്ലാം എന്തെങ്കിലും നല്ല പാറ്റേൺ ആക്കി മാറ്റണം എന്നാണ് ആഗ്രഹം. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇതാണ് ആദ്യത്തെ ഫാബ്രിക്. ഇതൊരു നല്ല മൊഡാൾ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ്. ഇത് ആക്ച്വലി എൻ്റെ മൊഡാൾ സിൽക്ക് സാരി സപ്ലൈ ചെയ്യുന്ന ആള് എൻ്റെ നാട്ടിൽ ഇവിടെ എക്സിബിഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ പോയി. അപ്പം പുള്ളിയുടെ സ്റ്റോളിലുണ്ടായിരുന്നതാണ് ഈ മൊഡാൾ സിൽക്കിൻ്റെ ഈ ഫാബ്രിക്. എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മൊഡാൾ സിൽക്ക്, നല്ല തിക്കായിട്ടുള്ള നല്ല മൊഡാൾ സിൽക്കാണ്. ഇതൊരു സാധാരണ കോട്ടൺ സ്ക്രീൻ പ്രിൻറ്റ് ചെയ്ത ഫാബ്രിക്കാണ്. അപ്പോൾ ഈ പ്ലേ ഓഫ് കളേഴ്സ് കണ്ട് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ വിചാരിച്ചു സമ്മറൊക്കെ വരുമല്ലോ, ഒരു നല്ല സമ്മർ ഡ്രസ്സിന് ഇത് നന്നായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിയതാണ്. നെക്സ്റ്റ് ഈ ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ കഥ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പെൺകുട്ടി ഇത് വെച്ചിട്ട് ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് ഞാൻ കണ്ട റീല് ഞാൻ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ ചില ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്കിത് ഇപ്പോൾ കിട്ടിയേ പറ്റുള്ളൂ എന്ന് തോന്നും. അങ്ങനെ ആ കുട്ടി കല്യാണിന്ന് എടുത്താണെന്ന് പറഞ്ഞ് ഞാൻ കൊച്ചിയിലെ കല്യാണിൽ കോൺടാക്ട് ചെയ്തു, ട്രിവാൻഡ്രത്തെ കല്യാണിൽ പോയി. ഒരു സ്ഥലത്തും ഇതില്ല. അങ്ങനെ ഞാൻ കൊച്ചിയിലൊരു ഫ്രണ്ടിനോട് പറഞ്ഞു വെച്ചിരുന്നു കല്യാണിൽ ഇത് എപ്പോൾ വന്നാലും എന്നെ അറിയിക്കണം. അങ്ങനെ ആ കുട്ടി കല്യാണിൽ പോയപ്പോഴത്തേക്കും അവിടെ നിന്ന് അറിയിച്ചു ഇങ്ങനെ ഈ ഫാബ്രിക് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഞാൻ ആ റീലിൽ കണ്ട ഡ്രസ്സ് ചെയ്യിക്കാനായിട്ട് വാങ്ങിയതാണ്. ഡ്രസ്സ് ചെയ്തിട്ട് ഉറപ്പായിട്ട് ഞാനൊരു റീലിടാം. ഓക്കെ, ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതിൽ ഈ കാണുന്ന ചെറിയ ഡോട്ട്സ് ഇല്ലേ, ഇത് എംബ്രോയിഡറിയോ പ്രിൻറ്റോ ഒന്നുമല്ല, ഇത് വീവ് ചെയ്തതാണ്. സോ ഇതെന്താണെന്നറിയാമോ? താങ്കാലിയ വീവ് എന്ന് പറയുന്ന ബ്രാഡ് പിറ്റ് ഒരു ഷർട്ട് ഇട്ടിട്ട് ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വൈറലായി മാറിയ ഒരു വീവിങ് ടെക്നിക്കാണ് താങ്കാലിയ വീവ്. അതിലൊരു നല്ല ഒരു റെഡ് ബോർഡറൊക്കെ വരുന്നുണ്ട്. ഇതും അഗൈൻ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണ് നല്ല കുളിർമയേകുന്ന ഒരു നല്ല യെല്ലോയിലോ വൈറ്റ് ഫ്ലോറൽ പ്രിൻസ് ആണ്. അഗൈൻ ഒരു സമ്മർ ഡ്രസ്സാണ് എൻ്റെ മനസ്സിലുള്ളത്. ബട്ട് പ്രോബബ്ലി ഞാൻ ഡ്രസ്സ് തയ്ച്ച് ബാക്കി വരികയാണെങ്കിൽ ഒരു ബ്ലൗസ് ആക്കോ എന്തെങ്കിലും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ പാച്ചായിട്ട് യൂസ് ചെയ്യാനായിട്ട് ബാലൻസ് വരുന്ന ബിറ്റ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ്. നെക്സ്റ്റ് ഇത് ഞാൻ AJ's അറ്റയേഴ്സിൽ പോയപ്പോഴത്തേക്കും ഇതുപോലൊരു ബണ്ടിലായിട്ട് ഇരിക്കുന്നത് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ഇതിൽ ഈ ഇൻഡിഗോയുടെയും ഈ ഒരു നല്ല ഗ്രീനും ആ ഒരു ഇൻ്റർപ്ലേ ഓഫ് കളേഴ്സ് എനിക്ക് ഇഷ്ടമായി. ഇതും എഗൈൻ ഒരു സമ്മർ ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇതിന് പറ്റിയൊരു സാരി ചെയ്യിച്ചെടുത്തിട്ട് മൾട്ടിപ്പിൾ സാരീസ് ചെയ്തിട്ട് ബ്ലൗസായിട്ട് പെയർ ചെയ്താലോ എന്നും ഒരു ചിന്തയുണ്ട്. ലാസ്റ്റ് കാണിക്കാൻ പോകുന്ന 2 ഫാബ്രിക്സും വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള 2 ഫാബ്രിക്സ് ആണ്. ഇത് കാല കോട്ടൺ ഫാബ്രിക്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ്, എന്തോരം കളേഴ്സാണ് നോക്കിക്കുക. ശരിക്കും റെയിൻബോയുടെ ഒക്കെ ഒരു ഫീലിംഗ് ആണ്. അതും കാല കോട്ടൺ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഭയങ്കര ഹാർഷായിട്ടുള്ള സമ്മേഴ്സിന് പറ്റിയ ഒരു ഫാബ്രിക്കാണ്. ഇത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ആക്ച്വലി ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. ഐ വോണ്ട് ടു മേക്ക് സംതിങ് സ്പെക്ടാക്കുലർ ഔട്ട് ഓഫ് ദിസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ഡിസൈഡ് ചെയ്യാതെ ഇങ്ങനെ ഫാബ്രിക് കണ്ടപ്പോൾ വാങ്ങി വെച്ചിരിക്കുകയാണ്. ലാസ്റ്റ് വൺ, ഇത് ഇക്കോ പ്രിൻറ്റ് ചെയ്ത് ഒരു ഫാബ്രിക്കാണ് ആൻഡ് ഇറ്റ് ഈസ് എ ഖാദി. ഇനി ഖാദി ഫാബ്രിക് എന്ന് പറഞ്ഞാൽ എല്ലാ റസ്റ്റിക് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഫാബ്രിക്കിനെ നമ്മൾ ഖാദി എന്ന് വിളിക്കും. പക്ഷെ ഖാദി എന്ന് പറഞ്ഞാൽ നമ്മുടെ റോ ആയിട്ടുള്ള കോട്ടണിൽ നിന്ന് യാൺ ഉണ്ടാക്കുമല്ലോ, നൂൽക്കുമല്ലോ, അത് തന്നെ കൈകൊണ്ടുള്ള ചർക്കായിൽ ചെയ്യുന്ന ഫാബ്രിക്കിനെയാണ് ഖാദി എന്ന് പറയാം. ഇപ്പമുള്ള ഹാൻഡ്ലൂം സാരീസിൽ അല്ലെങ്കിൽ ഹാൻഡ്ലൂം മെറ്റീരിയൽസിൽ നൂൽക്കുന്നത് മെക്കനൈസ്ഡ് ആണ്. പക്ഷെ ആ സ്റ്റെപ്പും കൈകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഖാദി എന്ന് പറയുന്നത്. സോ ഖാദി മകൻ ഖാദറിൻ്റെ കയ്യിൽ നിന്ന്, അദ്ദേഹം ഒരു വളരെ പേര് കേട്ടിട്ടുള്ളൊരു ഖാദി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഞാൻ എക്കോ പ്രിൻറ്റ് ചെയ്ത ഒരു ഫാബ്രിക്കാണ് ഞാൻ ഈ വാങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം എക്കോ പ്രിൻറ്റ് ചെയ്തപ്പോഴേ നിങ്ങൾക്കൊരു ചോദ്യമുണ്ട്, എന്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് എക്കോ പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സമ്മാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു റീലുമായിട്ട് പിന്നെ കാണാം. ബൈ.